ഇവിടെ കിടക്കുന്ന സുഖം വീട്ടിൽ കിട്ടത്തില്ല. ഷീറ്റ് മാറ്റണം. ഇന്നലെ ഞാൻ ക്യാൻറ്റീനിൽ പോയപ്പോ ഒരു ചേച്ചി വല്ലാതെ നോട്ടമായിരുന്നു. സൗന്ദര്യം കൊണ്ടായിരിക്കും. ഒരു കറുത്തുടുപ്പെട്ട ചേച്ചിയല്ലേ? ആ അതെ അതെ, അതവിടുത്തെ സപ്ലയറാ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. കോഴി എന്ന് പറഞ്ഞോണ്ടല്ലോ, അമ്പറ കോഴി. ഒരു പെണ്ണിനിപ്പൊ ഈ പഞ്ചായത്തിൽ ജീവിക്കണ്ട. ഞാൻ ഒരു പെണ്ണിന്റെ പടം വെച്ച് ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങി. ആദ്യം മെസ്സേജ് വരുന്ന അവന്റെ. എന്തുവാടാ ചിരി? എന്റെ അടുത്തൂടെ പറയടാ. കഴിക്കാൻ വല്ലതും ഉണ്ടോടാ? റേഷനരി വരെ തീർന്നിരിക്കുക. ഞാൻ പോയി നോക്കിട്ട് വരാം. എന്റെ വീടറാ. തീറ്റാന്നൊരു വിചാരമേ ഉള്ളു. തിന്നങ്ങ് പുഴുത്ത്. ഒരു ചക്ക കൊണ്ടോന്ന് ചാരി വെച്ചാൽ ചക്ക ഏതാ അവനേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാ. ഇനിയും വണ്ണം വെച്ച ഈ കട്ടള മാറ്റിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ലവനാ ഇവൻ. ഹലോ, ഇടിയാ 5 മിനിറ്റ് കെട്ടിയിട്ടേക്കണവനോടെ ഞാൻ വന്നിട്ട്. ചുമ്മാ തള്ളു ഇടീന്ന് കേട്ടാ പിന്നെ ആ പരിസരത്ത് അവൻ കാണത്തില്ല. ഇടി കൊടുക്കാനാന്ന് പറഞ്ഞ് കൊണ്ടു, പക്ഷെ കൊള്ളുന്ന നമുക്കായിരിക്കും. അവന്റെ കൂടെ നടക്കുന്ന മുന്നേ എനിക്ക് 110 കിലോ ഉണ്ടായിരുന്നു. ഇടികൊണ്ട് 90 ആയത്. ഭയങ്കരമായിട്ട് കുറഞ്ഞ കേട്ടോ. വെൽഡൻ മോനെ. ഇടിയാണ് അവനെ ഏരിയയിലോട്ട് പോകത്തില്ല. ഇപ്പൊ തിരിച്ചു വരും. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇടി കഴിഞ്ഞു. അവന്മാരുടെ ഭാഗ്യം. വന്നിരി. നിന്റെ മുട്ട മൊത്തം സൈഡിലെടുത്ത് തിന്നടാ. പിന്നെ അവന്റെ മുട്ട, അവൻ വലിയ ജിമ്മനാണ് അവന്റെ വിചാരം. അവൻ എത്ര പ്രാവശ്യം മരുന്ന് കുത്തിവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് മരുന്ന്? പാരസെറ്റാമോള് കുത്തിവെച്ച മസിലുണ്ടാവും. എങ്കിൽ എല്ലാ ദിവസവും അടിക്കാം. എന്റെ വീട്ടിൽ നിന്ന് എന്നെ തന്നെ അപരാധിക്കുന്നതാ. ഇറങ്ങി പോടാ. വേറെ എവിടെയെങ്കിലും പോയി അപരാധം പറയാം.